ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സ്പ്രിംഗ് റോൾ റെസിപ്പിയുമായിട്ടാണ്. സ്പ്രിംഗ് റോൾ നമുക്ക് പല ഫില്ലിങ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ഒരു രീതിയിലുള്ളൊരു ഫില്ലിങ് വെച്ചിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന അധികം സ്പൈസി അല്ലാത്തൊരു ഫില്ലിങ് വെച്ചിട്ടാണ് ഞാനിവിടെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് ഈ ഒരു ഫില്ലിങ്ങിന്. സൺഫ്ലവർ ഓയിൽ തന്നെ ആയിരിക്കും ബെസ്റ്റ്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അതും നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ചെറുതാക്കിയിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂന്നും കൂടിയും ഒരല്പം ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുമിച്ച് വഴറ്റിയെടുത്താൽ മതി, അല്ലാതെ സവാള ആദ്യം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മൂന്നും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം ഒന്നാണ് വഴന്നു വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയും സോയാ സോസ് മാത്രമാണ് ഈ ഇതിന് ഫ്ലേവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ഫില്ലിങ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തതാണ്. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്ത് അത് ഞാൻ കൈ വെച്ചിട്ടൊന്ന് പിച്ചി എടുത്താണ്. എന്നാലേ കടിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അവിടെ ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ചെറുതാക്കി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ക്യാബേജ് ടേസ്റ്റ് അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷീറ്റിലേക്ക് മാറ്റിയിട്ട് റോൾ ചെയ്തെടുക്കാം. നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുക്കാം. ഞാനിത് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഒരു ഷീറ്റ് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ കോണ് ഭാഗത്താണ് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് വേറെ ടൈപ്പിൽ ചെയ്തെടുക്കാം. എനിക്ക് കുറച്ചുകൂടി ഈസി ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു 1-1.5 സ്പൂണൊക്കെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച ആ ഒരു സൈഡ് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു സൈഡ് നമ്മൾ സമൂസയിലൊക്കെ ബ്രഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മൈദയുടെ മിക്സ് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ടാണ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഫില്ലിങ് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. സ്പ്രിംഗ് റോൾ ഷീറ്റ് പോലെ തന്നെയാണ് സമൂസ ഷീറ്റും, ഷേപ്പിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്താൽ നമുക്കൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് എല്ലാം റെഡി ആയതിനു ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഫ്രൈ ചെയ്യാനും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ഓയിലിൽ മാറ്റിയ ശേഷം ഒന്നുകൂടെ ഒന്ന് കളറ് മാറി കറക്റ്റ് കളറായി കിട്ടും. ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.